ബ്ലേഡ് മാഫിയക്കെതിരായ ഓപ്പറേഷൻ കുബേരയ്ക്ക് കാരണക്കാരായ കുടുംബം ബാങ്കിന്റെ കെണിയിൽപ്പെട്ട് ജപ്തി ഭീഷണിയിൽ. തൃശൂർ മിണാലൂർ സ്വദേശി ശ്രീലക്ഷ്മി ടിവിയും അമ്മ ബിന്ദു വെങ്കടേശ്വരനുമാണ് ദുരിതത്തിലായത്. കുടുംബത്തിന്റെ പരാതിയിൽ RBI സിറ്റി യൂണിയൻ ബാങ്കിനെതിരെ പിഴ ചുമത്തിയതിലുള്ള പ്രതികാര നടപടിയാണ് ജപ്തി എന്നാണ് കുടുംബത്തിന്റെ പരാതി. 24 എക്സ്ക്ലൂസീവ്. ശ്രീലക്ഷ്മി TV സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ബ്ലേഡ് മാഫിയ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും കുടുംബം അന്ന് നൽകിയ പരാതിയുമാണ് ഓപ്പറേഷൻ കുബേരയിലേക്ക് നയിച്ചത്. വർഷങ്ങൾക്കിപ്പുറം അതേ കുടുംബം ബാങ്കിന്റെ കെണിയിൽപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ശ്രീലക്ഷ്മി പഠനത്തിനൊടുവിൽ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ കുടുംബം നടത്തിയിരുന്ന സംരംഭം ഏറ്റെടുത്തു. അച്ചാർ മുതൽ ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ വരെ വിറ്റ കട സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ഹിറ്റാക്കി. അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം സ്വരുക്കൂട്ടിയും സിറ്റി യൂണിയൻ ബാങ്കിന്റെ തൃശൂർ കിഴക്കേക്കോട്ട ശാഖയിൽ നിന്ന് 29.5 ലക്ഷം രൂപ വായ്പയെടുത്തും മിണാലൂരിൽ 5 സെന്റ് സ്ഥലവും വീടും വാങ്ങി. കോവിഡ് വന്നതോടെ മൊറട്ടോറിയം ലഭിച്ചു. പിന്നാലെ ചട്ടവിരുദ്ധമായി ബാങ്ക് അധിക പണം ഈടാക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ RBIക്ക് പരാതി നൽകി. ബാങ്കിന് 10,000 രൂപ പിഴയിട്ടതോടെ പ്രതികാര നടപടികൾ തുടങ്ങി. ലോൺ തിരിച്ചടവ് മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി സർഫാസി ആക്ട് ഉപയോഗിച്ച് വീട് ലേലം ചെയ്യാനാണ് നീക്കം. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ഈക്വൽ കോമ്പണൻറ്റിൽ പോകണം. ഇവർ തന്നെ പറഞ്ഞതാണ് നമ്മളോട് EMI ആണ് ഇത്ര രൂപയാണ് എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ടും അത് അവർ EMIക്ക് വക കൊള്ളിക്കാതെ പലിശ ഇനത്തിൽ കൂട്ടി മുതൽ വർദ്ധിപ്പിച്ച് നമ്മൾ അടയ്ക്കുന്ന പൈസ മുഴുവൻ അവരൊരു കിട്ടാപ്പണമാക്കുന്ന രീതിയിൽ അവരത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഒരു EMI പോലും മുടങ്ങിയിട്ടില്ലെന്ന ബാങ്ക് ഇടപാട് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. അനധികൃതമായി EMI പെരുപ്പിച്ചു കാട്ടിയാണ് ബാങ്കിന്റെ ജപ്തി നടപടി എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഇതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് ശ്രീലക്ഷ്മിയും അമ്മയും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.